അൻസാരികളിൽ മൂന്നാളുകളുണ്ട്. യോഗ്യതയിലും ഔന്നത്യത്തിലും അവർക്ക് മുകളിൽ ഒരാളും ഇല്ല. ആ മൂന്നാളുകളിൽപ്പെട്ട സ്വഹാബിയാണ് ഇവർ. ഇവരുടെ ഖുർആൻ പാരായണം കേട്ട് ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അതിശയിച്ച് വളരെ സന്തോഷത്തോടു കൂടെ കേട്ട് നിന്നിട്ടുണ്ട്. ആരാണ് ഈ സ്വഹാബി? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ചരിത്ര ദൗത്യത്തിൽ ഏറെ നിർണായകമായ സ്വാധീനമുള്ള വ്യക്തിയാണ് ഈ സ്വഹാബി അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിനെ പ്രത്യേകമായി ഇഷ്ടപ്പെട്ട് ഇടവേളകൾ ആരാധനകൾ കൊണ്ട് ആനന്ദകരമാക്കി നിശയുടെ നിശബ്ദവേളകളിൽ ഖുർആൻ പാരായണം മനോഹരമായി അവതരിപ്പിച്ച് പ്രത്യേകമായ ലയനത്തിൽ മുഴുകിയിരുന്ന സ്വഹാബി വരിലാണിവർ. ഉന്നതമായ ഷഹാദത്ത് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ, രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടാവുകയും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊക്കെ യുദ്ധക്കളത്തിൽ എല്ലാം തികഞ്ഞ ഒരു പഠന പോലെ ഇസ്ലാമിനു വേണ്ടി ശത്രുപക്ഷത്തോട് അതിശക്തമായി പോരാടിയ വീരയോദ്ധാവ് കൂടെയാണ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം വിശ്വാസികളുടെ ജീവനും സ്വത്തിനും സമ്പത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള സുരക്ഷയൊരുക്കി അവർക്കെല്ലാവർക്കും ഒരു വലിയ അത്താണിയായിരുന്ന ഭരണാധികാരി കൂടിയായിരുന്നു മഹാനവറുകൾ. ഒരിക്കൽ സീദത്തന ആയിഷ റളിയല്ലാഹു അൻഹ ഇപ്രകാരം പറഞ്ഞു: അൻസ്വാരികളിൽ 3 ആളുകളുണ്ട്. ഔന്നത്യം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ഏറ്റവും ഉന്നതരാണവർ. അവരെക്കാളും യോഗ്യതയുള്ളവരായി ആരും തന്നെ ആ കൂട്ടത്തിൽ ഇല്ല. ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരാണ് അവർ 3 പേരും. സഅദ് ബിൻ മുആദ്, ഉസൈദ് ബിൻ ഹുലൈർ, അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹും എന്നിവരാണ് ആ 3 ആളുകൾ. പ്രവാചകരുടെ പ്രിയപ്പെട്ട പത്നി പണ്ഡിതയായിരുന്ന ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പ്രത്യേകമായി അഭിനന്ദിച്ച ആ 3 ആളുകളിൽപ്പെട്ടവരാണ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചെന്ന് അവിടെ ഇസ്ലാമിൻ്റെ സുന്ദരമായ ശാന്ത മനോഹരമായ ആ പ്രഭ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ അവരുടെ പ്രേരണയാലെ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അബ്ബാദ് ബിൻ ബിശ്റിൻ്റെ പ്രായം വെറും 25 മാത്രം. ചെറിയ പ്രായം മുതൽക്ക് തന്നെ സർവ്വ തിന്മകളോടും തെറ്റിനോടും അധാർമികതകളോടും വെറുപ്പുണ്ടായിരുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. ചെറിയ പ്രായമാണെങ്കിലും വലിയ പക്വതയോടുകൂടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിലും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും വലിയ ജാഗ്രത കാണിച്ചവരുമായിരുന്നു ആ ചെറുപ്പക്കാരൻ. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നവർക്ക് മുഖത്ത് എപ്പോഴും ഒരു നിഷ്കളങ്കമായ ഭാവവും ഹാരമണിയിച്ചിരുന്നു. ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ച മിസ്അബ് ബിൻ ഉമൈർ മദീനത്ത് ചെന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം മിസ്അബ് ബിൻ ഉമൈറുമായി ഒരു പ്രത്യേകമായ ഒരു സ്നേഹബന്ധമായിരുന്നു അബ്ബാദിന്. എപ്പോഴും കൂടെ ഉണ്ടാവുകയും മിസ്അബ് ബിൻ ഉമൈറിൻ്റെ മനോഹരമായ ഖുർആൻ പാരായണം കേട്ട് അത് പഠിച്ചുകൊണ്ട് അതിൽ ലയിച്ചിരിക്കുകയും ഇവർക്ക് പ്രത്യേകമായ ആനന്ദമുള്ളതായിരുന്നു. ആ ബന്ധം തന്നെയായിരുന്നു ഖുർആനിനോടൊരു പ്രത്യേകമായ സ്നേഹത്തിലേക്ക് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനെ നയിച്ചതും. പിന്നീട് അങ്ങോട്ട് നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും എല്ലാ സമയങ്ങളിലും മനോരഥങ്ങളിൽ ഖുർആൻ മാത്രമായിരുന്നു അവർക്ക്. സമയം കിട്ടുമ്പോഴൊക്കെ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്ത് ആ പാരായണത്തിൻ്റെ മനോഹരമായൊരവസ്ഥയിലേക്ക് അവർ വളരുകയായിരുന്നു. ഖുർആനിനെ പ്രത്യേകമായി സ്നേഹിച്ച് ആ ജീവിതം റബ്ബിനോട് ചേർന്നൊന്നും നടന്നു. ഏതുവരെ എന്ന് ചോദിച്ചാൽ അനുചരന്മാർക്കിടയിൽ ഇമാം എന്ന പേരിലും സ്വദീഖുൽ ഖുർആൻ, ഖുർആൻ്റെ കൂട്ടുകാരൻ എന്ന പേരിലും വരെ ഇവർ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ പള്ളിയോട് ചേർന്നുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തഹജ്ജുദ് നിസ്കരിക്കുകയായിരുന്നു. ആ സമയത്താണ് അതിമനോഹരമായ ഒരു ഖുർആൻ പാരായണം പ്രിയപ്പെട്ട തൻ്റെ പള്ളിയിൽ നിന്ന് കേൾക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് അവതരിപ്പിച്ച് തന്ന അതേ മനോഹാരിതയിൽ ആരാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്ന് സാഗൂതം ശ്രദ്ധിച്ചു ശ്രേഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ശ്രദ്ധിച്ച് ആ ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ആയിഷ ഉമ്മയോട് അവിടുന്ന് ഇങ്ങനെ ചോദിച്ചു: ആയിഷ, അത്
അബ്ബാദ് ബിൻ ബിശ്റിൻ്റെ ശബ്ദമാണോ? ആയിഷ ഉമ്മ പറഞ്ഞു, നാം യാ റസൂലുള്ളാഹ്, അതെ. അപ്പോൾ സ്നേഹത്തോടുകൂടെ അവിടത്തേക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നാണ് അവിടുന്ന് അപ്പോൾ ദുആയിരുന്നു കൊടുത്തത്. അത്രമാത്രം ഹബീബിനെപ്പോലും അട്രാക്റ്റ് ചെയ്ത, ഹഠാതാകർഷിച്ച സുന്ദരമായ ഖുർആൻ പാരായണത്തിൻ്റെ തികവായിരുന്നു അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ച എല്ലാ യുദ്ധങ്ങളിലും അബ്ബാദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. ഖുർആൻ പൂർണ്ണമായും പഠിച്ച ആൾ എന്നർത്ഥത്തിൽ പ്രത്യേകമായ ചില ഉത്തരവാദിത്തങ്ങൾ കൂടെ വലിയ രീതിയിൽ തന്നെ അവർക്ക് നിർവഹിക്കാനും ഉണ്ടായിരുന്നു. ദാത്തുർ റിഖാ എന്ന യുദ്ധം കഴിഞ്ഞ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും തിരിച്ചു വരുന്ന സമയത്ത് ഒരു താഴ്വാരത്തെത്തിയപ്പോൾ അവിടെ ഇറങ്ങി അന്ന് അവിടെ താമസിക്കുവാൻ അവർ തീരുമാനിച്ചു. ദാത്തുർ റിഖാ യുദ്ധത്തിൽ ഒരു ശത്രുവായ ഒരാളുടെ മുമ്പിൽ വെച്ച് അയാളുടെ ഭാര്യയെ യുദ്ധത്തടവുകാരിയായി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുസ്ലിം പടയാളികൾ. അത് ആ കാലത്ത് യുദ്ധത്തിൻ്റെ നീതികളിൽപ്പെട്ടതായിരുന്നു. അത് കണ്ട് ആ മനുഷ്യൻ വലിയ പ്രകോപിതനായി എൻ്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുപോയതിന് പകരം പ്രവാചകൻ മുഹമ്മദിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെയും വെട്ടിവീഴ്ത്തി അരിഞ്ഞിട്ട് കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു വരില്ലെന്ന് ലാത്തയുടെയും ഉസ്സയുടെയും പേരിൽ അയാൾ ശപഥം ചെയ്തുകൊണ്ട് യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ രാത്രി തങ്ങുവാൻ ഉദ്ദേശിച്ച ആ താഴ്വാരത്തെത്തി ഒട്ടകങ്ങളെല്ലാം മുട്ടുകുത്തിച്ച് സാധന സാമഗ്രികൾക്ക് അവിടെ ഇറക്കി താമസിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്ത് അവിടുന്ന് ചോദിച്ചു, ഈ രാത്രി നമുക്ക് കാവൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? അവിടുത്തെ 2 പ്രിയപ്പെട്ട സ്വഹാബികളും ഒറ്റ കൂട്ടുകാരുമായിരുന്ന 2 പേർ ഉടനെ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് തങ്ങളെ. അബ്ബാദ് ബിൻ ബിശ്റും അമ്മാർ ബിൻ യാസിറും റളിയല്ലാഹു അൻഹുമായിരുന്നു ആ ധീര സ്വഹാബക്കൾ. ഈ രാത്രി ഈ സംഘത്തിന് ഞങ്ങൾ ഉറങ്ങാതെ കാവൽ നിന്നുള്ള റസൂലുള്ളാഹി അത് സമ്മതിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്ന ഓരോ ആളുകൾക്കും അൻസ്വാരിങ്ങളിൽപ്പെട്ട ഒരാളുമായിട്ടൊരു പ്രത്യേകമായ മുവാഹ, സഹോദര്യ ബന്ധം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയാണ് ഇവർ ഉറ്റ സുഹൃത്തുക്കളായി മാറിയത്. അവർ 2 പേരും സന്തോഷത്തോടെ ആ ദൗത്യം ചെയ്യുവാൻ വേണ്ടി തയ്യാറായി തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ ആ രാത്രിയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പ്രിയപ്പെട്ട സ്വഹാബത്തിനും അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്ത് ആ താഴ്വാരത്തേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ അടുത്തേക്ക് അമ്മാർ ബിൻ യാസിറും അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവും നടന്നു. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അമ്മാർ ബിൻ യാസിറിനോട് ചോദിച്ചു, താങ്കൾ രാത്രിയുടെ ആദ്യ ഭാഗത്താണോ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത്, അതല്ല 2ാമത്തെ ഭാഗത്താണോ എന്ന്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആദ്യ ഭാഗത്ത് ഉറങ്ങി, പിന്നീട് ഞാൻ ഉറക്കമൊഴിച്ച് കാവൽ നിന്നുകൊള്ളാം. അങ്ങനെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അല്പനേരം ഉറങ്ങാൻ വേണ്ടി കിടന്നു. കുറച്ചപ്പുറത്ത് താഴ്വാരത്ത് വിശാലമായ ആ സ്ഥലത്ത് സ്വഹാബത്തും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉറങ്ങുകയാണ്. പ്രവേശന കവാടത്തിൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നു. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ഉറക്കമൊഴിച്ച് ആ സംഘത്തിന് മുഴുവനും കാവൽ നിൽക്കുകയാണ്. പ്രശാന്ത സുന്ദരമായ ഒരു രാത്രി. ശബ്ദകോലാഹലങ്ങളോ ശക്തമായ കാറ്റോ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ ആനന്ദം. പ്രപഞ്ചം മുഴുവനും ശാന്തമായി, ഇലകളെല്ലാം നിശബ്ദമായി അള്ളാഹുവിൻ്റെ ദിക്റിൽ മുഴുങ്ങിയിരിക്കുന്നു എന്ന് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ആ ഒരു താളത്തോടൊപ്പം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി, നിസ്കരിക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചു. എല്ലാവരും ഉറങ്ങുന്നു. മുസ്ലിം സൈന്യത്തിന് കാവൽ നിന്നുകൊണ്ട് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവനും താളം ദിക്റുല്ലാഹി. അതേ താളത്തിലേക്ക് അബ്ബാദ് ബിൻ ബിശ്റും പ്രവേശിച്ചു റളിയല്ലാഹു അൻഹു. സ്വരമാധുരിയോടുകൂടെ കേൾക്കാൻ സുന്ദരമായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവർ നിസ്കാരം ആരംഭിച്ചു. നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴായിരുന്നു അബ്ബാദ് ബിൻ ബിശ്റിൻ്റെ ഖുർആൻ്റെ ഏറ്റവും സുന്ദരമായ, കേൾക്കാനുള്ള ആനന്ദകരമായ അവസ്ഥ ഉണ്ടായിരുന്നത്. അതിമനോഹരമായി സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ട് അവരങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് എല്ലാം റബ്ബിൽ സമർപ്പിച്ച് ആ സ്നേഹപ്രേമത്തിൻ്റെ സമർപ്പണം നിസ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ്റെ ദിവ്യപ്രഭയിൽ, ആ മഹാപ്രകാശത്തിൽ സ്വയം ലയിച്ച് ആനന്ദത്തിൻ്റെ ലോകത്ത് മുഴുകിക്കൊണ്ടിരിക്കുന്ന അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ആ സമയത്താണ് നേരത്തെ മുസ്ലിം സംഘം പിടിച്ചുകൊണ്ടുപോയ തൻ്റെ ഭാര്യയെ തിരിച്ചു പിടിക്കുന്നതിനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുചരന്മാരെയും വധിക്കുവാനും ആക്രമിക്കുവാനും വേണ്ടി
ശത്രുഭാഗത്തുണ്ടായിരുന്ന ആൾ ആ താഴ്വരയിലെത്തുന്നത്. ആ ആൾ വന്നപ്പോൾ ആ താഴ്വരയിലേക്കുള്ള കവാടത്തിൽ തന്നെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലാക്കി ഈ താഴ്വരയിൽ എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ അയാൾ സ്വന്തമായി ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തു. ഈ മനുഷ്യൻ അവർക്ക് കാവൽ നിൽക്കുകയാണ്, എല്ലാവരും ഉറങ്ങുകയാണ് എന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അദ്ദേഹം തൻ്റെ അമ്പെടുത്ത് ഉന്നം തെറ്റാതെ ഒരമ്പ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു നേരെ അഴിച്ചുവിട്ടു. ഉന്നം തെറ്റിയില്ല, കൃത്യമായി അബ്ബാദ് റളിയല്ലാഹുവിൻ്റെ ശരീരത്തിൽ ആ അമ്പ് തറച്ചു. അമ്പ് തറഞ്ഞ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് യാതൊരു മുടക്കവും വരാതെ തന്നെ തഴുകിത്തലോടിപ്പോകുന്ന അള്ളാഹുവിൻ്റെ സ്മരണയുടെ ആ മഹത്തായ ആ സന്തോഷത്തിൽ മുഴുകിക്കൊണ്ട് തന്നെ ആ നിസ്കാരം മുറിക്കാതെ ആ അമ്പ് നിസ്സാരമായി വലിച്ചൂരി പുറത്തേക്കെറിഞ്ഞു. സുന്ദരമായ ശ്രവണമധുരമായി പാരായണം ചെയ്തുകൊണ്ട് ഖുർആൻ ആ മധുരത്തിൽ ലയിച്ച് നിസ്കാരം തുടർന്നുകൊണ്ടിരുന്നു. രണ്ടാമതും ആ മനുഷ്യൻ അമ്പ് ചെയ്തു അബ്ബാദ് തങ്ങൾക്ക് നേരെ. രണ്ടാമതും ഇതേ രീതിയിൽ നിസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും മുടക്കം വരാതിരിക്കുവാൻ വേണ്ടി ശരീരത്തിൽ തുളച്ചു കയറിയ വലിയ മുറിവുണ്ടാക്കിയ ആ അമ്പ് വലിച്ചൂരി മെല്ലെ എടുത്തു കളഞ്ഞ് നിസ്കാരം തുടരുകയാണവർ. അത്രമാത്രം ഖുർആനിൽ നിസ്കാരത്തിൽ റബ്ബിൽ അവർ ലയിച്ചിരുന്നു. മൂന്നാമത് ഒരു അമ്പ് കൂടെ അവരുടെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് തറച്ചു കയറി. അപ്പോഴും ആ അമ്പ് വലിച്ചൂരി പുറത്തേക്ക് എടുത്തു. പക്ഷേ അപ്പോഴേക്കും അവർ രക്തം ഒരുപാട് പോയി ക്ഷീണിച്ച അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നിലത്ത് ക്ഷീണം കൊണ്ട് ഇരുന്ന് മെല്ലെ ഇഴഞ്ഞ് വന്ന് സഹോദരൻ അമ്മാർ ഇബ്നു യാസിറിനെ വിളിച്ചു പറഞ്ഞു, സഹോദര, താങ്കൾ എഴുന്നേൽക്കൂ, മുറിവുകൾ എന്നെ ദുർബലനാക്കിയിട്ടുണ്ട്, എനിക്ക് വല്ലാതെ ക്ഷീണം വന്നു പോയിട്ടുണ്ട്. അമ്മാർ ഇബ്നു യാസിറും കൂടെ ഉണർന്നത് കണ്ട ശത്രു കൂടുതൽ ആളുകൾ അവിടെ തന്നെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി വേഗം ഓടി രക്ഷപ്പെട്ടു. ശത്രു ഓടി രക്ഷപ്പെട്ടതോടുകൂടെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അബ്ബാദിന് നേരെ തിരിഞ്ഞു. ശ്രദ്ധിച്ചു, മുറിവുകളിൽ നിന്ന് 3 സ്ഥലങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ മുറിവേറ്റ് രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അവർ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ അമ്പേറ്റ് വലിയ മുറിവുണ്ടായപ്പോൾ തന്നെ താങ്കൾ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചുണർത്താതിരുന്നത്? അബ്ബാദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദീർഘമായ ഒരു സൂറത്ത് നിസ്കാരത്തിൽ പാരായണം ചെയ്യുകയായിരുന്നു. അത് പൂർത്തിയാക്കുന്നതിൻ്റെ മുമ്പ് നിസ്കാരം നിർത്തുവാൻ, ഖുർആൻ പാരായണം ഇടയ്ക്ക് തടസ്സപ്പെടുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അള്ളാഹുവാണ് സത്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വീഴ്ച സംഭവിക്കുമെന്ന പേടി ഇല്ലായിരുന്നുവെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടക്ക് തടസ്സം നേരിടുന്നതിനേക്കാളും എനിക്ക് നല്ലത് അമ്പേറ്റ് കഷ്ണം കഷ്ണമായി ഞാൻ മുറിഞ്ഞു പോകലായിരുന്നു. അത്രമാത്രം ഖുർആനെയും നിസ്കാരത്തെയും സ്നേഹിച്ച് അതിൽ ലയിച്ച് ജീവിച്ചവരായിരുന്നു മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ആ ഖുർആനിൻ്റെ നിസ്കാരത്തിൻ്റെ മധുരം നൽകുമാറാവട്ടെ. മതപരിത്യാഗികളുടെ വലിയ സംഘങ്ങൾ ഉടലെടുത്തപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ധാരാളം സംഘങ്ങൾ അത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായപ്പോൾ അവർക്കെതിരെയൊക്കെ സൈനിക നടപടികൾ ഉണ്ടായിരുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം വലിയ പ്രശ്നങ്ങളും ആക്രമണങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കള്ളപ്രവാചകനായിരുന്ന മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ ശല്യം എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വലിയൊരു സൈന്യത്തെ സജ്ജമാക്കിയത്. ആ സൈന്യത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് നിലയുറപ്പിച്ച ധീരനായ ഒരു പടയാളി അത് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഓരോ ആളുകളും ചില ഭാഗങ്ങളിലേക്ക് ചിതറി മാറി ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്ത ആ അവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ അൻസ്വാറുകളോട് വേറെയും മുഹാജിറുകളോട് വേറെയും യുദ്ധം ചെയ്യാൻ പ്രത്യേക സംഘമായി ആക്രമിച്ച് 4 ഭാഗത്തു നിന്നും ആക്രമിച്ച് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പ്രത്യേകമായ കൽപ്പന കൊടുത്തിരുന്നു ഖാലിദ് ബിൻ വലീദ് എന്ന പടനായകൻ റളിയല്ലാഹു അൻഹു. ഇത്തരത്തിൽ ഓരോ വിഭാഗത്തെയും വേർതിരിച്ച് യുദ്ധം ചെയ്യിക്കുന്ന ഒരു സിസ്റ്റം പ്രാക്ടിക്കലാക്കി നടപ്പിലാക്കുവാൻ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു വളരെയധികം സഹായിച്ചു. ആ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു സ്വപ്നം കണ്ടു അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. ആകാശത്ത് വളരെ വിശാലമായ ഒരു കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. ആ കവാടത്തിലൂടെ താൻ അകത്തേക്ക് പോകുന്നു. ഉടനെ ആ കവാടം അടയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാൻ വേണ്ടി മഹാനരായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് മഹാനവറുകൾ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥം? അവർ പറഞ്ഞു, നാളെ യുദ്ധത്തിൽ താങ്കൾ ഷഹീദാകും എന്നാണ് അതിൻ്റെ സൂചന. രാവിലെ പ്രഭാതത്തിൽ വെളിച്ചം പരക്കുകയും എല്ലാവരും വീണ്ടും യുദ്ധസജ്ജരാവുകയും ചെയ്ത സമയത്ത് ഒരു ഉയർന്ന സ്ഥലത്ത്
എഴുന്നേറ്റ് നിന്ന് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ മഅ്ശറൽ അൻസ്വാർ, ഓ അൻസ്വാറുകളെ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുക, വാളിൻ്റെ ഉറകൾ ഒടിച്ചു കളയുക, ഇസ്ലാം ആക്രമിക്കപ്പെടുന്നതിന് നിങ്ങൾ പ്രതിരോധം തീർക്കുക, അതിനെ നിങ്ങൾ സംരക്ഷിക്കുക. വലിയൊരു പ്രഖ്യാപനമായിരുന്നു അത്. അൻസ്വാരികളെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിച്ചു. മറുഭാഗത്ത് മുഹാജിറുകളും ഇതേപോലെ സംഘടിച്ച് ശക്തമായ സമരങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം അവരിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ഏകദേശം 400ഓളം ആളുകളാണ് അവർക്ക് ചുറ്റും കൂടി സംഘടിതമായി ഒരു യുദ്ധത്തിന് തയ്യാറായത്. ആ ആളുകളുടെ മുൻപന്തിയിലുണ്ടായിരുന്നവർ സാബിത്ത് ബിൻ ഖൈസ്, ബറാഅ ബിൻ മാലിക്, സ്വാഹിബു സൈഫ് റസൂലില്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാളിൻ്റെ വാഹകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ ആ സംഘത്തിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ആളുകളെല്ലാം നയിച്ചുകൊണ്ട് അതിശക്തമായ ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുത്തു അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. ശത്രുക്കൾക്കിടയിലൂടെ ഇരച്ചു കയറി അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ തിരിച്ചടികൾ ആ സംഘം നടത്തിക്കൊണ്ടിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ഹദീഖത്തുൽ മൗത്ത്, മരണത്തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്തേക്ക്, കോട്ടയുടെ ഉൾഭാഗത്തേക്ക് ഉൾവലിഞ്ഞു മുസൈലിമയും സംഘവും. മുസ്ലിം സൈന്യം അതിവിദഗ്ധമായി ആ കൊട്ടാരത്തിന്, ആ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്ന് യുദ്ധം തുടർന്നു. ആ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ ഭാഗത്ത് അതിശക്തമായ ഒരു പോരാട്ടത്തിനൊടുവിൽ വെട്ടേറ്റ് രക്തസാക്ഷിയായി ആ യുദ്ധക്കളത്തിൽ വീണ് ഷഹീദായി അള്ളാഹുവിലേക്ക് യാത്ര പോവുകയായിരുന്നു അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹുവിൻ്റെ ശരീരം മുഴുവനും വാളും കുന്തങ്ങളും കൊണ്ടുള്ള, അമ്പുകൊണ്ടുള്ള ആക്രമണങ്ങളേറ്റ് ശരീരത്തിൻ്റെ ധാരാളം ഭാഗങ്ങളിൽ വലിയ മുറിവുകൾ അപ്പോഴേക്കും ഉണ്ടായിരുന്നു. ശരീരം അത്രമാത്രം വെട്ടും കുത്തുകളുമേറ്റ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ആയി മാറിയിട്ടുണ്ടായിരുന്നു. ശരീരത്തിൻ്റെ ഏതൊക്കെയോ ചില ഭാഗങ്ങളിൽ അവശേഷിച്ച ചില അടയാളങ്ങളെ കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവർക്ക് ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. 25 വയസ്സ് മുതൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പ്രയാണം തുടങ്ങിയ ആ മഹാസത്യസന്ദേശ ജീവിതം മുസൈലിമത്തുൽ കദ്ദാബിനോട് ഏറ്റുമുട്ടി ആ വിജയം വരെ എത്തിച്ചതിന് ശേഷം അവിടെ ഷഹീദായി അറബിലേക്ക് യാത്ര പോവുകയായിരുന്നു. മഹാനവറുകളോട് കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.